ഇപ്പോൾ ദൗത്യ സംഘം പരിശോധന തുടരും എന്നതാണ് വ്യക്തമാകുന്നത്. ദീപക്, സാധ്യതകൾ കുറവാണെന്നറിയാം, എങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അവർ പരിഗണിക്കുന്നു. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും ഇന്നലത്തേതുപോലെ തന്നെ പരിശോധന തുടരും എന്നല്ലേ വ്യക്തമാകുന്നത്? കൃത്യമായി അങ്ങനെ തന്നെയാണ്. അതായത് അല്പം മുൻപ് മന്ത്രിയും ഒപ്പം തന്നെ കാർവാർ MLA സതീഷ് കൃഷ്ണ ശൈലജിയും ഒപ്പം തന്നെ കളക്ടറും ഒക്കെ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി അവർ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് പരമാവധി ശ്രമിക്കുന്നുണ്ട്. നേരത്തെ സതീഷ് ശൈലി സംസാരിക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, യെസ്, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ആ സംഘം ഇപ്പോൾ ഡൈവിംഗ് ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഈ കൂടിയാലോചനകൾ കഴിഞ്ഞു, അതിൻ്റെ അനിശ്ചിതത്വങ്ങൾ ഏറെക്കുറെ മാറി. കൃത്യമായി കഴിയാവുന്ന അത്ര ശ്രമിക്കുമെന്നുള്ള കാര്യം കാർവാർ MLA അടക്കം ഉത്തരകന്നഡ ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വിശദീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന സംസ്ഥാനത്തെ പ്രതിനിധികൾ പങ്കുവച്ചു. ആ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് ദൗത്യം നടത്തിയ ആ മേഖലയിൽ കൃത്യമായി ഈശ്വർ മൽപ്പെ ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ തന്നെ ഇന്നും പരിശോധന തുടരും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആദ്യഘട്ട പരിശോധനയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ പരിശോധനയിലേക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നത്, അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഈ അനിശ്ചിതത്വം അത് പൂർണ്ണമായും നീക്കി എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയില്ലെങ്കിൽ പോലും അല്പമെങ്കിലും ആ ആശങ്കയ്ക്ക് വിരാമമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ തിരച്ചിൽ തുടരാം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. സംസ്ഥാനം ആവശ്യപ്പെട്ടത് പ്രകാരം കഴിയാവുന്ന അത്ര പരിശോധനകൾ നടത്താമെന്നുള്ള നിലപാട് ഇപ്പോൾ കർണാടക ഉത്തരകന്നഡയിലെ കാർവാറിലെ MLA-യുടെയും ഒപ്പം തന്നെ ഡിസ്ട്രിക്ട് കളക്ടറുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഡൈവിംഗ് നടത്തുന്നത് ഈശ്വർ മൽപ്പെ മാത്രമായിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതെല്ലാം കൈമുതലാക്കിക്കൊണ്ടാണ് നേവി ടീമിൻ്റെ കൂടി സഹായത്തോടു കൂടി ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ ഇപ്പോൾ ഗംഗാവലിയിൽ നടക്കുന്നത്. അങ്ങനെ നേരത്തെ സ്പോട്ട് ചെയ്ത ആ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ആ സ്പോട്ടുകളിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ പരിശോധന നടത്താമെന്നുള്ളതാണ് തീരുമാനം. അടുത്ത കാര്യം കൂടി നമുക്കറിയണം. അതായത് നേരത്തെ ദീപക് MLA പറയുന്നുണ്ടായിരുന്നു, പോൺടൂൺ കൊണ്ടുവരുന്നതിനായി ശ്രമിച്ചു, പക്ഷേ പോൺടൂണിന്റെ ഭാരം 25 ടണ്ണാണ്. അത് കൊണ്ടുവരുന്നുള്ള വാഹനത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ടൺ മാത്രമേ ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് കൊണ്ടുവരാൻ പറ്റാത്തത്. അപ്പോൾ ആ ശ്രമം പൂർണ്ണമായും ഉപേക്ഷിച്ചു. രണ്ടാമത്തേത് ജങ്കാർ കൊണ്ടുവരുന്നതിനെ കുറിച്ച് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സർ സൂചിപ്പിച്ച മാർഗമാണ്. അതും ഇപ്പോൾ നടപ്പാക്കുന്നില്ല. ഈ തെരച്ചിലല്ലാതെ ഈ ലോറി ഉയർത്തിയെടുക്കുന്നതിനോ അതിനാവശ്യമായ ഡ്രഡ്ജിങ്ങിനോ ഉള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? സുജയ, എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്, അത് മറ്റൊരു അർത്ഥത്തിൽ കാണരുത് എന്നുള്ളത് ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. അതായത് ഇതിൽ കൂടുതലായി ഇപ്പോൾ ബാർജ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊക്ലൈനർ എത്തിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നേരത്തെ പറഞ്ഞ പൊണ്ടൂണുകൾ എത്തിക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ മണ്ണ് നീക്കം സാധ്യമാക്കുന്ന തരത്തിൽ പുതിയ ക്രമീകരണങ്ങൾ എത്തിക്കാനോ തൽക്കാലം സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് അതിന് ഉതകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് പറയാതെ പറയുകയാണ് കൃഷ്ണശൈലി ചെയ്തത്. കാരണം അതിൻ്റെ കണക്കാണ് നമ്മൾ രാവിലെ മുതൽ കൊടുക്കുന്നത്. 2 ബ്രിഡ്ജുകളാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നതിന് മറികടക്കേണ്ടത്. ഒന്ന് ഗംഗാവാലി റിവറിനുള്ള ബ്രിഡ്ജ്, മറ്റൊന്ന് കൊങ്കൺ റെയിൽവേ ബ്രിഡ്ജ്. ഈ 2 ബ്രിഡ്ജുകളും കടന്നെത്താൻ കഴിയുന്ന സാഹചര്യം ബാർജ് മൗണ്ടഡ് പ്രൊക്ലൈനെ സംബന്ധിച്ച് ഇല്ല. അത്തരത്തിൽ മണ്ണ് നീക്കം സാധ്യമാകുന്ന സാഹചര്യം നിലവിലെ അവസ്ഥയിൽ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് പിന്നീടുള്ള സാധ്യത? നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ മുങ്ങി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ലോഹപ്പാർട്ടുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആലോചനകൾ, അത്തരം പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ വലിയ രീതിയിൽ മറ്റ് എക്യുപ്മെൻറ്റുകൾ ഈ മേഖലയിലേക്ക് എത്തിക്കുമെന്ന ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അല്പം മുൻപ് നമ്മൾ MLA-യോട് സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിച്ചിരുന്നു, എപ്പോഴായിരിക്കും ഈ പ്രൊക്ലൈൻ ഈ മേഖലയിലേക്ക് എത്തിക്കുക എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, അതായത് ഈ ബ്രിഡ്ജ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് തടസ്സങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹം അത് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പൊണ്ടൂണുകൾ എത്തിക്കുന്ന കാര്യത്തിലും അത്തരത്തിൽ വിശദീകരണങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ചെയ്തത് തന്നെ പരമാവധി കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള വിശദീകരണമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. നേരത്തെ കളക്ടർ സംസാരിക്കുമ്പോഴും വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഇവിടെയുള്ള ഈ സംഘങ്ങൾ ജോയിൻ്റ് ഓപ്പറേഷൻ നടത്തും. ജോയിൻ്റ് ഓപ്പറേഷൻ നടത്തുന്ന ഘട്ടത്തിൽ അതിൽ ഈശ്വർ മൽപ്പെ, അദ്ദേഹം ഫിഷർമാനാണ്, ഒപ്പം തന്നെ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം മാത്രമായിരിക്കും ഒരു ഡൈവിംഗ് നടത്തുക. ഞാൻ ദീപകിലേക്ക് തിരികെ എത്താം. മുബഷിർ പി. അക്ബർ ഇപ്പോൾ ഈ ദൗത്യസംഘം ഇറങ്ങുന്ന ഭാഗത്തുണ്ട്.